കൂട്ടുകാരി മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അവധി ദിവസം എങ്ങനെ നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് മാനേജ് ചെയ്യാം, അതുവഴിക്ക് ആ ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഫുൾ എനർജി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കുന്നത് ഇസയാണ്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അമ്മമാർക്ക് ഇത്തിരി സ്ട്രെസ്സ് കുറയും. അപ്പോൾ അതിന് നമ്മൾ മക്കളെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്കൊരു അനുവാദം കൊടുക്കുക, അവർ കൂടെ നിന്ന് അസിസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പലപ്പോഴും നമ്മുടെ പേടി കൊണ്ടാണ് നമ്മൾ അവരെ ചെയ്യാൻ അനുവദിക്കാത്തത്. അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് അവരെ കൂടെ നിന്ന് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ സാധാരണ ക്ലാസ് ഉള്ള ദിവസമൊക്കെ ഞങ്ങൾ എപ്പോഴും പലഹാരങ്ങളാണ് ഉണ്ടാക്കുക. അതായത് പുട്ട്, അതുപോലെ നൂലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം, അങ്ങനെയൊക്കെ ഐറ്റംസ്. അവധി ദിവസം ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അത് ചിലപ്പോൾ അത്ര ഭയങ്കര ഹെൽത്തി ആയിരിക്കില്ല, പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമാണ് അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കോഴിമുട്ട അങ്ങനെ ചിക്കി പിരിച്ചെടുത്തിട്ട് ഈ സാൻഡ്വിച്ചിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മക്കളും ഞാനും കഴിക്കുന്ന സാൻഡ്വിച്ചിൽ ഇങ്ങനെ ടൊമാറ്റോ കച്ചപ്പ് അതുപോലെ മയോണീസും വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു നമ്മൾ കോഴിമുട്ട ചിക്കി പൊരിച്ചിട്ടില്ലേ അതിൻ്റെ ഫില്ലിങ് വെക്കുന്നത്. ബാക്കി എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമില്ല. അവർ ജസ്റ്റ് ആ കോഴിമുട്ടയും ബ്രെഡും കൂടിയിട്ട് മാത്രമാണ് കഴിക്കുക, അപ്പച്ചനും അമ്മച്ചായാലും ചേട്ടനൊക്കെ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ട്യൂഷന് പോകുന്നൊരു ടൈമാണ്. അപ്പോൾ അവർ പോയിരിക്കുകയാണ്. അവർ സ്റ്റേറ്റ് സിലബസിലാണ് പഠിക്കുന്നത്. ഇനി നിങ്ങളുടെ മക്കൾ സ്റ്റേറ്റ്സ് അല്ല CBSE സിലബസിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ട്യൂഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻസ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ CBSEകാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് PW അല്ലെങ്കിൽ ഫിസിക്സ് വാലയുടെ ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം. 1 കോടിയിലധികം കുട്ടികൾ ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഫീസസും വളരെ മിതമായ നിരക്കാണ്. 6th സ്റ്റാൻഡേർഡിന് ചാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാച്ചിന് 2000 രൂപ കോഴ്സ് ഫീസ് വരുന്നുള്ളൂ. 7th സ്റ്റാൻഡേർഡിന് ജുനൂൻ എന്ന് പറഞ്ഞ കോഴ്സാണ് വരുന്നത്, 2000 രൂപ. 8th സ്റ്റാൻഡേർഡിന് ഉമംഗ് എന്ന് പറഞ്ഞ കോഴ്സിന് 2500 രൂപ വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഫീസ് ഒരു തവണ മാത്രം അടച്ചാൽ മതി. ഇതിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കോഡായ ഹെൽന എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ലാംഗ്വേജ് വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും ഹിന്ദി മിക്സായ ലാംഗ്വേജിലായിരിക്കും വരിക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, പ്ലസ് സ്റ്റഡി സപ്പോർട്ട്. ബെസ്റ്റ് ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. ഇൻട്രാക്റ്റീവ് ക്ലാസ് സെഷൻസ് ആണ്. ഫുൾ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിലേത് കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്താലും ഫ്രീ ബാച്ച് ആയിട്ടുള്ള AI മാർവൽ എന്ന് പറഞ്ഞ ബാച്ചിലും ജോയിൻ ചെയ്യാം, കൂടുതൽ AIനെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയാണ് എൻ്റെ മൂന്നാമത്തെ ടിപ്പ്. അവധി ദിവസം സാറ്റർഡേ സൺഡേയിൽ ഒരു ദിവസം നമ്മൾ കുറച്ച് ജോലികളൊക്കെ ഒന്ന് കുറയ്ക്കുക, കുറച്ചുകൂടി ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ക്ലീനിങ് എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ലഞ്ചിനും ഡിന്നറിനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവധി ദിവസമാണ് അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കാറ്. അപ്പോഴാണ് എൻ്റെ 4th ടിപ്പ് പറയാനുള്ളത്. ഞാൻ എൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പണ്ടൊക്കെ എഴുതിയിട്ടാണ് എല്ലാം വെച്ചിരുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട റെസിപ്പീസ് ഞാൻ ട്രൈ
ഔട്ട് ചെയ്തിട്ട് നന്നായിട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ബുക്കുകളിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒരു ഫയലിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു ബുക്കിന് 15 കൊല്ലത്തെ പഴക്കമുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് കുക്കിംഗ് പഠിച്ചപ്പോൾ തൊട്ട് ഇതിൽ കിട്ടുന്ന റെസിപ്പീസൊക്കെ ഇതിൽ കൊണ്ട് വെക്കും. ഇപ്പോൾ പിന്നെ കുറച്ച് മടിയാണ് എഴുതി വെക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വാട്സപ്പിൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുക്കിങ്ങിന്. അതായത് ഇപ്പോൾ സ്നാക്സ് റെസിപ്പി, നോൺ വെജ് റെസിപ്പീസ്, വെജിറ്റേറിയൻ റെസിപ്പീസ്, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് കിട്ടുന്ന എല്ലാ നല്ല റെസിപ്പി അതിലേക്ക് ഫോർവേഡ് ചെയ്തിടും. അതായത് അത് ട്രൈ ചെയ്തിട്ട് നല്ലതാണെങ്കിൽ അതിൽ വെക്കും, ഇല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് പരിപാടി ഉണ്ടാക്കി വെച്ചുകൊണ്ട് എനിക്കത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എഴുതലും വെക്കലൊക്കെ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അന്ന് ഉണ്ടാക്കേണ്ട റെസിപ്പി എന്താണെന്നൊക്കെ ഒന്ന് നോക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എഴുതി എടുത്ത് വെച്ചു. കാരണം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം അന്വേഷിക്കാൻ തുടങ്ങാൻ പറ്റില്ല. അതിന് മുൻപ് ഫുൾ സെറ്റാക്കി വെച്ചിട്ട് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവധി ദിവസം എനിക്കിത്തിരി സ്ലോ ആയിട്ട് ചെയ്യാൻ ഇഷ്ടം. ബാക്കി ദിവസമൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച പോലെയല്ലേ ഓരോ ജോലികൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു കൗണ്ടർ ടോപ്പൊക്കെ മൊത്തത്തിലൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടിട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ വെജിറ്റബിൾസ് എല്ലാം തന്നെ കട്ട് ചെയ്ത് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ ചെയ്ത് ഫുള്ള് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അപ്പോൾ ലാസ്റ്റേക്ക് വെച്ചാൽ മതി. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് വെജ് പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കുക്കറിലായിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പെട്ടെന്ന് തന്നെ റെഡി ആയി. അരിയുടെ വേവൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുക്കറിൽ അങ്ങനെ ബിരിയാണിയും അങ്ങനത്തെ അധികം ഉണ്ടാക്കാൻ വലിയ ഇഷ്ടമില്ല കേട്ടോ. ഇത് അങ്ങനെ വേവ് കൂടിപ്പോയാലോ ചില അരികളൊക്കെ മാറ്റം വരുമ്പോഴേ. പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൈ ഔട്ട് ചെയ്ത റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ചില ചാനൽസിലെ റെസിപ്പീസാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലുള്ളത് ഒരുവിധമൊക്കെ സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറേ അങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണോ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുക. ഇനി ഞാൻ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത സൈഡിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഓൾറെഡി ബട്ടർ ചിക്കന് സാധാരണ ബോൺലെസ് ചിക്കനാണ് യൂസ് ചെയ്യുക. പക്ഷെ അത് കിട്ടാൻ നമുക്ക് അത്രയും എളുപ്പമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഈ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഏത് റെസിപ്പീസ് ആയാലും കിട്ടിയാലും നമ്മുടേതായ വീട്ടിലെല്ലാവരും ടേസ്റ്റ് അനുസരിച്ച് ചിലപ്പോൾ എരിവ് അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും പല വീടുകളിലും പല രീതിയിലായിരിക്കും ഓരോരുത്തർ പ്രിഫറൻസ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ റെസിപ്പിയിൽ മാറ്റങ്ങൾ വരാം. എക്സാക്ട്ലി നമ്മൾ കാണുന്നത് മുഴുവൻ അങ്ങനെ തന്നെ ചെയ്യല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രേവിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ടർ ചിക്കൻ നമുക്ക് ഈ ഒരു റൊട്ടിയുടെ കൂടി ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെയാണ് കൂടുതൽ കോമ്പിനേഷൻ. പുലാവിൻ്റെ കൂടിയും പക്ഷേ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി അവിടെ റെഡി ആവുന്ന നേരം കൊണ്ട് ഞാൻ റൈസ് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിൽ ആണ് ഈ ഒരു റൈസ് കുക്ക് ചെയ്തെടുത്തത്. അത് എത്ര കപ്പ് അരി ആയാലും ഈ ഒരു മെഷർമെൻറ്റ് ഈ ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ 5 കപ്പ് അരി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ കണ്ട റെസിപ്പിയിൽ അവർ 1 കപ്പ് റൈസ് വെച്ച് ചെയ്തിട്ടും ഈ ഒരു സെയിം ഇതിൽ തന്നെയാണ്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൈസ് കുക്ക് ചെയ്യാൻ. റൈസ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും സവാളയും ഫ്രൈ ചെയ്തത്, പിന്നെ പുതിനയില മല്ലിയില അതും കൂടി ആഡ് ചെയ്തു. പുലാവിൽ ശരിക്കും അത് ആവശ്യമില്ല, പക്ഷേ എനിക്കെന്തോ അതൊരു രസം തോന്നി, അതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്തത്. ബിരിയാണിക്കാണ് സാധാരണ ചെയ്യുക. അപ്പോൾ മല്ലിയില മാത്രം മതിയെങ്കിൽ അതിട്ടാലും മതി. ചിക്കൻ്റെ ഗ്രേവി ഇവിടെ ഏകദേശം നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറണം മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ചിക്കൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി ഗ്രേവിയിലിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യുക, എന്നാലും ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബോൺലെസ് ചിക്കനാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും. അപ്പോൾ നമ്മൾ ബോണുള്ള ചിക്കൻ എടുത്തുകൊണ്ട് കുറച്ച് നേരം എടുത്തിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്.
അപ്പോൾ ഈ ഒരു മോഡലിൽ ചിക്കൻ കറി വെക്കുമ്പോൾ കുട്ടികൾക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടും കേട്ടോ. സാധാരണ കുട്ടികളൊക്കെ സവാളയും തക്കാളിയൊക്കെ കാണുമ്പോൾ അങ്ങനെ എടുത്ത് മാറ്റി വെക്കുക, അവർക്ക് അതങ്ങനെ ഡയറക്റ്റ് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല കറിയിൽ നിന്ന്. അപ്പോൾ ഈ ഒരു കറിയാകുമ്പോൾ ഈ ഗ്രേവിയിലായതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ അവർ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടർ ചിക്കൻ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കറിയും അതുപോലെ തന്നെ റൈസും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ കൂടെ സൈഡായിട്ട് നമ്മൾ സലാഡ്, തൈര് കൊണ്ടുള്ള സലാഡും അതുപോലെ തന്നെ പപ്പടവും അച്ചാറും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെ പോലെ തന്നെ കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന സമയമാണ്. ദിവസത്തിലെ കുറച്ച് സമയമെങ്കിലും അവധി ദിവസം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ നോക്കുക, ഒരു 2-3 മണിക്കൂറെങ്കിലും. അപ്പോൾ ഈ ഒരു ടൈമാണ് ഞാൻ സാധാരണ ഫോൺ യൂസ് ചെയ്യാറുള്ളത്, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കുഞ്ഞൊരു ടിപ്പ് എന്ന് വെച്ചാൽ നല്ല വീഡിയോസ് കാണാനായിട്ട് നോക്കുക. നമ്മുടെ മൈൻഡിന് സന്തോഷം നൽകുന്നതായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കാണുന്ന കുറേ വീഡിയോസ് പോലെ ഇരിക്കും നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിലെ ഒരു അവസ്ഥയെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റ് എന്താണെന്ന് വാച്ച് ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു ഉപകാരം നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആണോ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അഡിക്ഷൻ കൂടുതൽ വരികയാണോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ടൈം നല്ല കണ്ടൻറ്റുകൾ വാച്ച് ചെയ്യാനായിട്ട് കൂടി നോക്കിയാൽ നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി ഉപകാരം ഉണ്ടാവും. അങ്ങനെ കുറേ നേരം ഫോൺ നോക്കി എനിക്ക് ബോറടിച്ചപ്പോൾ പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള ബുക്ക് തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ അതൊന്നും കൂടി വായിക്കുകയാണ്. കാരണം ചില പോയിൻറ്റ്സൊക്കെ ഇതിലുള്ള നല്ല പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ മറന്നുപോയി മനസ്സിൽ നിന്ന്. അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കാൻ ജസ്റ്റ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട ബുക്കായതുകൊണ്ട് ഒന്നും കൂടി വായിക്കുകയാണ്. അവധി ദിവസങ്ങളിലാണ് എന്തെങ്കിലും ഹോബീസൊക്കെ ട്രൈ ചെയ്യാൻ ഞാൻ സെലക്ട് ചെയ്യുന്നൊരു ദിവസം. കാരണം മക്കളുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാം, അവരെയും പഠിപ്പിച്ചു കൊടുക്കാം ഈ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ജ്വല്ലറി മേക്കിംഗ് ആണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുറേ മാലകളുണ്ടായിരുന്നു, അങ്ങനത്തെ മുത്തുമാലകൾ ഇവർ ചെറുപ്പത്തിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തിട്ട് പുതിയ മോഡലിൽ മാലയും ബ്രേസ്ലെറ്റും അതുപോലെ ഇയറിങ്സൊക്കെ ഇതുപോലെ സിമ്പിളായിട്ടുള്ളത് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ചെറിയ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി ജ്വല്ലറി മേക്കിംഗ്, അതായത് മാല കോർക്കാനുള്ള ത്രെഡ്, ബ്രേസ്ലെറ്റ് കോർക്കാനുള്ള ത്രെഡ്, കമ്മലിന് വേണ്ടിയിട്ടുള്ള ഹുക്സ്, കുളത്ത്, അതൊക്കെ കുറച്ച് നമ്മൾ വാങ്ങിയ കയ്യിൽ വെച്ചാൽ എളുപ്പത്തിൽ നമുക്കിതുപോലെ മാലകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ പൈപ്പ് ബീഡ്സും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റോസുവിന് വേണ്ടിയിട്ടുള്ള മാല നമ്മൾ ഉണ്ടാക്കി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പിസ്ത ഗ്രീൻ കളറുള്ള ഒരു ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേ സെയിം മോഡൽ തന്നെയാണ് ചെയിൻ ഉണ്ടാക്കണേ. അതിൽ ആ ഒരു ചെറിയ വ്യത്യാസം ഞാൻ ചെയ്യുന്നത് ഗോൾഡൻ ബീഡ്സ് ആ ഒരു പിസ്ത ഗ്രീൻ ബീഡ്സിൻ്റെ തൊട്ടപ്പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടും കോർത്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എൻ്റെ ഹോബി സെക്ഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഈ ടിപ്സൊക്കെ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.